ഒരു ഗുസ്തി നമ്മളെല്ലാം ഇപ്പോഴും ഓർക്കുന്ന ദേവി ജോൺ, ജയദേവൻ, സുധീർ, ഇവരൊന്നും നമ്മളോടൊപ്പമില്ല. മധു നമ്മളോടൊപ്പമില്ല. അവർക്ക് വേണ്ടി നമുക്ക് 2 മിനിറ്റ് വീണ്ടും ആവർത്തിക്കാനും ഏതായാലും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയ ഗുരുനാഥൻ സബാസ്റ്റ്യൻ സാർ അവരുടെ അർത്ഥമായി ക്ഷണിക്കുന്നു. അദ്ദേഹം നമ്മളുടെ ഈ മംഗളമുഹൂർത്തത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നാമോദരവിനെ സ്വാഗതം ചെയ്യുന്നു. പാലക്കൻ സാറെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുക. അടുത്തത് പ്രീത ടീച്ചർ. പ്രീത ടീച്ചർ എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ്. ഞങ്ങൾ അയൽവാസികളാണ്. കർണൂർ നഗരസഭാ മുനിസിപ്പൽ ചെയർമാൻ M.R. മുരളിയുടെ മിസ്സിസാണ്. പ്രീത ടീച്ചറെയും വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ജോർജ് സാറുടെ അധ്യാപകനാണെങ്കിൽ കൂടി നമ്മളെല്ലാം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം നമ്മളോട് കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഈ വേദിയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മഹനീയമാണ്. ജോർജ് സാറെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ശശിധരൻ സാറെ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനം 45 തുടങ്ങുന്ന സമയത്തുള്ള അധ്യാപകനാണ്. എനിക്ക് ഈ സ്വപ്നനാണ് ഞാൻ ജീവിതത്തിൽ കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളത്. 45 കൊല്ലം ഞാൻ ജീവിച്ചതാണ്. ഈ സ്ഥാപനം ഇപ്പം ഞാൻ കുറച്ച് അസുഖമായിട്ട് അധികം വീട്ടിലൊന്നും വരാറില്ല, യാത്രയൊന്നും അധികം ചെയ്യാറില്ല. പക്ഷെ നിങ്ങളുടെ ഈ ബാച്ച് സ്വാഗതമായിട്ട് ഇരിക്കുന്നുണ്ട്. അവരതിൻ്റെ വേണ്ടി കാർ അറേഞ്ച് ചെയ്തു. സാബു സുമേഷ് അവരെ കൂടെ അവർ കാർ കൊണ്ടുവന്നിട്ട് വീട്ടിൽ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ വളരെ നിങ്ങളോട് എനിക്ക് വളരെ യഥാർത്ഥതയുണ്ട്. ബാക്കി മീറ്റിംഗ് നടത്തിയതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പുറത്തായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു ബന്ധം, ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഒരു കോവിഡിന് ശേഷം മെഡിക്കൽ ഫീൽഡും ടെക്നോളജിയാണ് ഏറ്റവും ചേഞ്ചസ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ടെക്നോളജി മാറുന്ന കാരണം കൂടുതൽ പഠിക്കണം. വിദ്യാലയത്തിൽ സ്പോർട്സ് കോഴിക്കോടിൻ്റെ ആ ബാച്ചിലുള്ള പണവഴിക്കായി ഇരിക്കുകയാണ്. എന്നാൽ വീണ്ടും അവ കണ്ടുമുട്ടാൻ വളരെ അപൂർവമാണ്. ആശയം എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടി കൂടിച്ചേരുന്നുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. ഇതിന് മുമ്പ് ഒരു ബാച്ച് ഇതുപോലെ കൂടിച്ചേരുന്നില്ല. പക്ഷെ അതിനെനിക്ക് പങ്കെടുക്കാൻ പറ്റും. പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം, കൂടാതെ എനിക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്ന വാഹനം കുറച്ച് കാലമായിട്ട്
ഉണ്ടായിരുന്നു. അത് കാരണം ഈ വിദ്യാർത്ഥിയുമായുള്ള ബന്ധം ഏകദേശം വിട്ട പോലെ. ഇപ്പോൾ പ്രകാരമായിട്ട് ഇവിടെ തന്നെ ഒരു പരിപാടി ഇന്ന് 93 ബാച്ചുകൾ ഒത്തുചേരുന്നതായിട്ട് സാബു എൻ്റെ വീട്ടിൽ വന്ന് പറയുന്നു. അപ്പോഴും ഇങ്ങനെ ഇവിടെ സംഗീതനാമം പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മഴക്കാലമാണ്. നല്ല മഴയാണെങ്കിൽ ഞാനിവിടെ പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ കഷണ്ടി കയറി, ചിലത് കഷണ്ടി ഇല്ലാതായതുകൊണ്ട്, ചിലതൊക്കെ തടിച്ചു, അങ്ങനെ വിവിധ രൂപം. അതിലൊക്കെ സന്തോഷം. അവരുടെയൊക്കെ വാമഭാഗങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെയൊക്കെ ഭർത്താക്കന്മാരൊക്കെ ആയിട്ടുള്ള ഒരു കെട്ടുപത്രാണ് ഇവിടെ നടക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമാണ് സാറ് പറഞ്ഞതുപോലെ ഇത്തരം ഭംഗിയായ രീതിയിൽ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു കെട്ടുപത്രം. അപ്പൊ അവരുടെ സംസാരങ്ങൾ കുറയ്ക്കുകയും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടികളെ പെണ്ണാളെ കാലം പോയ പോത്തു കണ്ണോടിയേ